Hi friends, Jaytech's പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Redmi Note 5 Proയുടെ ഒരു നല്ലൊരു ഫോണിനെ കുറിച്ചുള്ള അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതാണ് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ഇപ്പുറേ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ആ ഒരു പേപ്പറിൽ കാണാൻ സാധിക്കും. വിലയുടെ കാര്യങ്ങളൊക്കെ 15,000 രൂപയാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ബോക്സ് കൊടുത്തിരിക്കുന്നത് 16,000 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണാൻ സാധിക്കില്ല Redmi Note 5 Proയുടെ ഒരു നല്ല പിക്ക് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. 4000 mAh ബാറ്ററിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു നല്ല പ്രൊസസ്സർ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5.99 ഇഞ്ചിൻ്റെ ഒരു നല്ലൊരു ഡിസ്പ്ലേ ഇവർ നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് ഫോണൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ക്യാമറ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് Redmi Note 5 Pro എന്ന് പറയുന്ന ഈ ഫോൺ. അതിൻ്റെ ബാക്കി ഇൻസ്ട്രക്ഷൻ മുഴുവനുമാണ് നമുക്ക് ഈ പേപ്പറിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് പുറകിലായി കാണുന്ന ഒരു സിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സിമ്മിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമയം ഒരു സിമ്മും മെമ്മറി കാർഡും അല്ലെങ്കിൽ 2 സിമ്മും മാത്രമായിട്ടാണ് നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബാക്ക് കവർ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ USB കേബിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു നല്ലൊരു USB കേബിൾ തന്നെയാണ്. ഇനി നമുക്ക് അതിൻ്റെ ചാർജർ ഒന്ന് എടുത്ത് നോക്കാം. ചാർജർ എന്ന് പറയുന്നത് 5 വോൾട്ടിൻ്റെ 2 ആംപിയറിൻ്റെ ഒരു ചാർജറാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ കവറിൻ്റെ അടിയിലായി നമുക്ക് ഒരു പിന്ന് കിട്ടി. ആ പിന്ന് കൊണ്ടാണ് നമ്മളിതിൻ്റെ സിം ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ട് തുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ലോട്ട് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സ്ലോട്ടിലാണ് നമ്മൾ ഇനി സിം, മെമ്മറി കാർഡ് അല്ലെങ്കിൽ 2 സിം സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു നാനോ സിം സെറ്റ് ചെയ്യാൻ പോകണം. കാണിച്ചു തരാം എങ്ങനെയാണ് ഇടുന്നതെന്ന്. ഇതിൻ്റെ ആ വെട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സിമ്മിൻ്റെ വെട്ടും ഒരു പാഡിൻ്റെ വെട്ടും നമുക്ക് കാണാൻ സാധിക്കും. ആ പാഡിൽ കൃത്യമായി ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് അകത്തേക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഉള്ളിലേക്ക് കിടത്തി വിട്ടാൽ മതി. ഇനി നമുക്ക് ആ പിന്നിൻ്റെ ആവശ്യമില്ല. ചുമ്മാ അത് തള്ളി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു നല്ലൊരു ക്വാളിറ്റി സ്പീക്കറും അതുപോലെ തന്നെ ഒരു ചാർജ് ചെയ്യാനുള്ള സ്ലോട്ടും അതുപോലെ തന്നെ ഹെഡ്സെറ്റ് കൊടുക്കാനുള്ള ഒരു സ്ലോട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം ഈ ഫോൺ. നല്ലൊരു ഫുൾ HD ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് കവർ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ബാക്ക് കവർ ഇടുന്ന എപ്പോഴും ഒരു ഫോൺ നല്ലതാണ്. നമ്മുടെ കയ്യിലിരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോകാം. അപ്പോൾ ബാക്ക് കവറിൻ്റെ അതിനൊരു നല്ല സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ ഗ്ലാസ് പിടിപ്പിക്കണം. ഇതിപ്പോൾ നമുക്കിൻ്റെ ബാക്കി കാര്യങ്ങൾ എബൌട്ടിൽ ചെന്ന് നോക്കാം. എബൌട്ടിൽ നമുക്കിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ എത്രയാണെന്ന് നോക്കാം. 7.1 ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നൗഗാട്ട് നമുക്ക് ബാക്കി ആൻഡ്രോയിഡ് വേർഷൻ പോലെ ഗെയിമൊന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ഇനി എൻ്റെ റോം പറയുന്നുണ്ട് 4 GB റോമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റാം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് 64 GB ആണ്. എന്നാൽ ഇവിടെ കിട്ടുന്നത് നമുക്ക് 54 GB ഉള്ളൂ. ഇതിൻ്റെ ക്യാമറയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ബാക്ക് ക്യാമറ 12 MB പ്ലസ് 5 MB ആണ് ഡ്യുവൽ ക്യാമറ. അതുപോലെ തന്നെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 20 MB ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. 2നും ഫ്ലാഷ് നമുക്കുണ്ട്. ബാക്ക് ക്യാമറ ഒന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. നമ്മൾ കണ്ണുകൊണ്ട് കാണില്ലെങ്കിലും പവറാണ് ഈ ഫോണിൽ കിട്ടുമ്പോൾ. നല്ല തെളിച്ചമുണ്ട്. ഇതൊരു 6 മണി സമയത്തെടുത്ത ഒരു ഫോട്ടോയാണ്. നമുക്ക് അതിനൊരു നല്ലൊരു
വെളിച്ചം തന്നെ ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഫ്ലാഷ് ഒന്നും ഇട്ടിട്ടില്ല, നേരെ എടുത്താണ്. ജെയ്ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ജെയ്ടെക്കിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ജെയ്ടെക്കിൻ്റെ ഇതുപോലുള്ള ടെക് വീഡിയോസ് റിവ്യൂസും കിട്ടുന്നതിന് എൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ടിപ്പുറേ കാണുന്ന ബെല്ലൈക്കൺ എന്നെ വിളിച്ചത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നമ്മളപ്പോൾ ഇതിലും നല്ല ടെക് വീഡിയോസ് റിവ്യൂസുമായി വരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.